ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയമൊന്നും ഇളക്കി ബുദ്ധിമുട്ടാതെ, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കവറ് പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സേമിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള സേമിയാണ് എടുക്കണേ കേട്ടോ. അപ്പോൾ അത് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇത് നമുക്കൊരു അളവ് കപ്പിലേക്ക് ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് പൊട്ടിച്ച് ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എടുത്തിട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരേപോലെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പീസാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എല്ലാ സേമിയയും ഒരേപോലെ തന്നെ ഒരേ ഒരു കളറിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓവറായിട്ട് ഫ്രൈ ആയി പോയിട്ട് കളറൊക്കെ ഒരുപാട് അങ്ങോട്ട് ചേഞ്ചായി വരും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് വറുത്തെടുക്കണം. കൈയെടുക്കാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദാ കളറ് നല്ലൊരു ബ്രൗൺ കളറിലേക്ക് ഇത് വരണം. ആ ഒരു രീതിയിലാവുന്നത് വരെ തന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദാ നല്ലപോലെ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി, എല്ലാം ഒരേപോലെ തന്നെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഉടനെ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കാരണം അതിൽ തന്നെ ഇരുന്നിട്ട് ഓവറായിട്ട് കളറ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ വറുത്തെടുക്കാൻ നേരത്തെ ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ പാൽ ഇവിടെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതിൽ പാട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരട്ടെ. ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യണത്. ഇനി നമ്മളത് ഇളക്കി കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ച് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് സേമിയ. അതുപോലെ തന്നെ അതിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരണം. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിത് വറുത്തെടുത്ത കാരണം തന്നെ ഒന്നൊന്നിൽ തൊടാതെ തന്നെ, അതുപോലെ തന്നെ ഓവറായിട്ട് കുക്കായി അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ആവാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്കായ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ അതിൻ്റെ തോടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് ചേർക്കുന്നത്. എന്നാൽ പോലും നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടല വെള്ളമൊക്കെ നല്ല പോലെ തന്നെ അങ്ങോട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ഒരു മധുരത്തിന് വേണ്ടുന്നത് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് കാരണം ഈ ഒരു സേമിയ ഓവറായിട്ട് കുക്കായി പോവില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കുറച്ച് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു പായസം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഒരു സൂപ്പർ ടേസ്റ്റ് നമുക്ക് ഈ ഒരു പായസത്തിന് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് സമയം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ഞാൻ പാൽ ചേർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. കുറച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടുന്നതാണ്. ഒരു 10 മിനിറ്റിൻ്റെ സമയം നമുക്ക് ഈ ഒരു പായസം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടതുള്ളൂ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പാൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൽ ചേർത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര അങ്ങനെയൊക്കെ വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരല്പം പാൽ ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ തന്നെ തിളച്ച് നല്ലൊരു പരുവത്തിലേക്ക് നമുക്കിത് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളൊരു പിങ്ക് കളറിലുള്ള പായസമാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു സൂപ്പർ ടേസ്റ്റ്, നമുക്ക് ഒരു പാലടയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു പായസം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ദാ നല്ല പോലെ തന്നെ ഒന്ന് കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് കാരമൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ആ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അതുപോലെ തന്നെ ഒരു സൂപ്പർ ടേസ്റ്റുമാണ് നമുക്ക് ഈ ഒരു പായസത്തിന് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ നമ്മളിതൊന്ന് അലിയിച്ച് എടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് ബ്രൗൺ കളറിലേക്ക് ആവേണ്ട കാര്യമില്ല. ഈ ഒരു കളറിൽ ആയി കിട്ടിയാൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മളിത് കാരമൽ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മളത് ഇതിലേക്ക് ചേർക്കണം. അല്ലെങ്കിൽ കാരമൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ കട്ടിയായിട്ട് അവിടെ ഇരിക്കും, പെട്ടെന്ന് തന്നെ ഉറച്ചു പോകും. അപ്പോൾ അത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു കളറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല ഫ്ലേവറും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം ഈ ഒരു സമയത്ത് നമുക്ക് ഇളക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായി കിട്ടുന്നതാണ്. ഇനി നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ആ പായസത്തിന് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടുമാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മളിതിലേക്ക് ചേർക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലാണ് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിത് പാൽപ്പൊടി നമ്മൾ ഇതേപോലെ ചേർത്തതിന് ശേഷം നമ്മൾ ഇത് തിളപ്പിക്കാൻ പാടില്ല. ഒരുപാട് നേരം ഇട്ടിട്ട് അങ്ങനെ തിളപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്ന് മാറിയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഒരുപാട് തിളപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അല്പസമയം ഇരിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൂസിൽ വേണം നമ്മളിത് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറിലേക്ക് ആവുന്നത് വരെ വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മുന്തിരി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് വേർത്ത് വരും. ആ ഒരു രീതിയിലാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ ആ ഒരു കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനിതൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.